ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാനാ. ബഹുമാനപ്പെട്ട കലാഭവൻ്റെ പ്രസിഡന്റ് ഫാദർ ചെറിയാൻ കുനിയന്തോടൻ നമ്മുടെ ഈ ആബേലച്ചൻ്റെ 106-ാം ജന്മദിന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ മാത്രമല്ല, അദ്ദേഹം സാംസ്കാരിക രംഗത്ത് വളരെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തി കൂടിയാണ് ശ്രീ മധു ബാലകൃഷ്ണൻ. ആബേലച്ചൻ എന്ന് പറയുന്ന വ്യക്തി, കാരണം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി 1969 മുതൽ അറിയാമായിരുന്നു. അപ്പോൾ അച്ഛനുമായിട്ടുള്ള ബന്ധം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, സാംസ്കാരിക രംഗത്ത് ലോകമാകെ അറിയപ്പെടുന്നൊരു വലിയ വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയുന്നത്. ആബേലച്ചന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്നുള്ള ഇതുണ്ട്. ആബേലച്ചൻ്റെ കഴിവുകൾ നിസ്സാരമല്ല. 1968 ഞാൻ ആദ്യമായി ആബേലച്ചനെ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ മഹാരാജാസിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് അദ്ദേഹത്തോടൊപ്പമാണ്. അവിടെ വെച്ച് അദ്ദേഹം നിരവധി തമാശകൾ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിരവധി തമാശകൾ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും അതുപോലെ തന്നെ ഗാനങ്ങളാൽ ആകർഷിക്കുകയും ചെയ്ത ആബേലച്ചൻ്റെ ഈ 106-ാം ജന്മവാർഷികത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അനുസ്മരിക്കുകയും എല്ലാവർക്കും ആശംസകൾ നേരുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ ഒരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് വളരെ വളരെ സന്തോഷം. ഞാൻ എൻ്റെ ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ കലാഭവൻ്റെ മിമിക്സ് പരേഡ്, ഗാനമേളകൾ, ഇതെല്ലാം ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഞാൻ MA കോളേജിലാണ് പഠിച്ചിരുന്നത്. അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു പ്രീ ഡിഗ്രി സമയത്താണ്. അപ്പം അന്ന് മുതലേ എനിക്കൊരാഗ്രഹം, എങ്ങനെയെങ്കിലും കലാഭവനിലെത്തണമെന്ന്, ആബേലച്ചനെ കാണണം, പരിചയപ്പെടണം, കലാഭവനിലൊരു അംഗമായി മാറണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പ്രീ ഡിഗ്രിക്ക് ശേഷം എനിക്ക് പിന്നെ മദ്രാസിൽ പഠിക്കാനായിട്ട് പോകേണ്ടി വന്നു. മധു ബാലകൃഷ്ണനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ, ഇവിടെ അടുത്ത് തന്നെയുള്ള CAC എന്ന സ്റ്റുഡിയോയിൽ ഞങ്ങൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഉച്ച കഴിഞ്ഞിട്ട് റെക്കോർഡിങ്ങൊക്കെ നടന്നു. കുറച്ചാകുമ്പോൾ ഒരു ടീ ബ്രേക്കുണ്ട്. ആ ടീ ബ്രേക്കിൻ്റെ സമയത്ത് ഞാനും ഒരു ചായ കുടിക്കാൻ നേരത്തെ പുറത്തിറങ്ങിയപ്പോൾ ഒരു നേർത്ത ഒരു ചെറുപ്പക്കാരൻ, പുള്ളി ഇങ്ങോട്ട് പരിചയപ്പെട്ടു. ഞാനൊരു ഗായകനാണ്, മദ്രാസിലാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരൊക്കെ പറഞ്ഞു എന്നോട്. അവിടെ എൻ്റെ ഗുരുനാഥൻ ശ്രീ TV ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത്, അവിടെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിലാണ് പഠിച്ചത്. നാട്ടിലെത്തിക്കഴിഞ്ഞ് അങ്ങനെ ബെന്നിച്ചേട്ടൻ എന്നെ നിർബന്ധിച്ചിട്ടാണ് ഒരു ദിവസം ബെന്നിച്ചേട്ടനെയും ഗണേശേട്ടനെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, CAC സ്റ്റുഡിയോയിലേക്ക് ചെല്ലണം, അവരെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ CAC സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ഞാൻ കൃത്യമായിട്ട് ഒരു സിനിമ കാണുന്നത് പോലെ മധുബാലകൃഷ്ണൻ എന്നെ ആദ്യമായിട്ട് വന്ന് സംസാരിക്കുന്നതും അന്നത്തെ ദിവസത്തെ എൻ്റെ തീരുമാനങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. മധുബാലകൃഷ്ണന് സംസാരിച്ചപ്പോഴേക്ക് അകത്ത് കയറുമെന്ന് പറഞ്ഞ് വിളിച്ചു. കാരണം സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ ശരി, അകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഒരു സിംഗറുടെ ശബ്ദമൊന്നും എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. റെഡി എന്ന് പറഞ്ഞൊരു മൈക്കൊക്കെ ഇട്ട്
മധു അകത്തേക്ക് കയറി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് രവീന്ദ്രൻ മാഷിൻ്റെ ഒരു പാട്ടാണ് പാടിയാൽ. ഏത് പാട്ടാണ് ഓർക്കണ്ടത്? പ്രമദവനം. എടുത്താൽ പൊങ്ങാത്തൊരു പാട്ട് അടിപൊളിയായിട്ട് പാടണം. റെക്കോർഡിങ്ങിൻ്റെ ഉള്ളിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ടീ ബ്രേക്കായി. ഇതുപോലെ ബെണിച്ചേട്ടന് ഗ്രീഷ്യസ് ചേട്ടനും വന്നു. എന്നോട് ഗ്രീഷ്യസ് ചേട്ടനാണ് സംസാരിക്കുന്നത്. സംസാരിച്ച് ഇതുപോലെ എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നു. പ്രമദവനം പാടുന്നു. അപ്പോൾ തന്നെ തീരുമാനം എടുക്കുകയാണ് എന്നെക്കൊണ്ട്. അന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിംഗാണ് അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ട്രാക്ക്, ദാസേട്ടൻ പാടേണ്ട പാട്ടിൻ്റെ ട്രാക്കാണ് എന്നെ ആദ്യം പാടിപ്പിച്ചത്. താരര 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 അങ്ങനെ ഒരു പാട്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്നെക്കൊണ്ട് ശിശിരം എന്നുള്ള സിനിമയിൽ പാടിപ്പിക്കുന്നത്. പലരുടെയും പാട്ടുകൾ ഇങ്ങനെ പുതിയതായിട്ട് കേൾക്കാറുണ്ടെങ്കിലും ഞാൻ ഞെട്ടിപ്പോയത് അങ്ങനെയാണ്. ഞാനപ്പോൾ തന്നെ തോന്നി, ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ചെറിയതാണെങ്കിലും അതിനകത്തൊന്ന് കൊടുത്തേക്കാം ഒരു പാട്ട് എന്ന് തോന്നി. പാതിരാ പൂവേ ആതിരാ കാറ്റേ കോപമോ സന്താപമോ ദേവി മൺവീണയിൽ ശ്രുതി മീട്ടുമോ നീ. പാതിരാ പൂവേ ആതിരാ കാറ്റേ കോപമോ സന്താപമോ. ഈ പാട്ടാണ് എന്നെ കൊണ്ട് പാടിപ്പിച്ചത് ആദ്യമായിട്ട്. അപ്പോൾ എന്തോ നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിലും എൻ്റെ ആൽബം ഗ്രാമപഞ്ചായത്തും ശിശിരവും ചേർന്ന് അങ്ങനെ രഞ്ജിനി കാസറ്റ്സ് റിലീസ് ചെയ്തു. പിന്നെ കൈതപ്പുറം തിരുമേനി എന്നെ കൊണ്ട് ഉദയപുരം സുൽത്താൻ എന്നുള്ള സിനിമയിൽ പാടിപ്പിച്ചു. കനകസഭാതല മമ ഹൃദയം, അതാണ് ആദ്യം വിഷ്വൽ ചെയ്ത് പുറത്തിറങ്ങിയത്. കനകസഭാതലം മമ ഹൃദയം സ്വരതുളസീദളം മമനാദം. കനകസഭാതലം മമ ഹൃദയം. ഇങ്ങനൊരു പാട്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിരവധി ഗാനങ്ങൾ സിനിമയിൽ പാടാൻ സാധിച്ചു. പല ഭാഷകളിൽ, തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു, സൗരാഷ്ട്ര, ബംഗാളി, ഹിന്ദി, അങ്ങനെ സിംഹള, അങ്ങനെ പല ഭാഷകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പാടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതിനെല്ലാം തുടക്കം കുറിച്ചത് നമ്മുടെ ബെണിച്ചേട്ടനും ഗ്രീഷ്യസ് ചേട്ടനുമാണ്. അതുമാത്രമല്ല, എൻ്റെ മകൻ ഒരു സിനിമയിൽ പാടി, കൗബോയ് എന്ന് പറഞ്ഞ സിനിമ. അപ്പം എന്നെയും ആദ്യമായിട്ട് പാടിപ്പിച്ചത് ഗ്രീഷ്യസ് ചേട്ടനാണ്. എൻ്റെ മോനെ പാടിപ്പിച്ചതും അവരാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക്. അപ്പോൾ എന്തായാലും നല്ല രാശിയുള്ള ആളുകളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കാറുണ്ട്, ബെണിച്ചേട്ടനും ഗ്രീഷ്യസ് ചേട്ടനും. അപ്പോൾ എന്തായാലും അവരതിന് ശേഷം നിരവധി സിനിമകൾ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അതിൽ എടുത്തു പറയേണ്ട പാട്ടുകൾ ഓണവില്ലിൻ തമ്പുരുമീട്ടും. ഇപ്പോഴും ഓണക്കാലത്ത് ഓണവില്ലിനൊക്കെ പല ആൾക്കാരും ഇങ്ങനെ കേൾക്കുന്നതാണ്. അത് മധുവിൻ്റെ ആണെന്ന് അറിയാം, എൻ്റെ ആണെന്ന് ആർക്കും അറിയാൻ പാടില്ല. എങ്കിലും മുമ്പിൽ നിൽക്കുന്ന ആളുകളെല്ലാം ആളുകൾ കാണുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാ കൊല്ലവും ഓണക്കാലത്ത് ഈ പാട്ട് ആരെങ്കിലുമൊക്കെ അയച്ചു തരാറുണ്ട്. ഞാൻ പറയും ഇത് ഞാൻ ചെയ്ത പാട്ടാണെന്ന് പറയുമ്പോഴാണ് അതെ, ആ കൊള്ളാമല്ലോ. മധുവിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണത്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളി പാടുമീ ഗാനം പോലും സംഗീതസ്വര സംഗമരാഗങ്ങൾ. തേന്മാവിൽ താഴെ കൊമ്പിൽ താലോലം കിളി പാടുമീ ഗാനം പോലും സംഗീതസ്വര സംഗമരാഗങ്ങൾ. വർണ്ണമേഴു വർണ്ണവും
സ്നേഹമാരിവില്ലുപോൽ ഒന്നു ചേർന്നലിഞ്ഞതാണീ പൊൻവീട്. ഓ മാനസങ്ങളൊന്നു ചേർന്നൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. ഇതാണ് എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാടിയ പാട്ടുകളിൽ വളരെ ഞാൻ ഇഷ്ടപ്പെടുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടുമാണ്. ഞാനിവിടെ കലാഭവനിൽ പലതവണ വന്നു പോയിട്ടുണ്ട്. എനിക്ക് ഇവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകളോട് വന്ന് പാടിയിട്ടുണ്ട്. അച്ഛൻ്റെ പാട്ടുകൾ, ആബേലച്ഛൻ്റെ പാട്ടുകൾ എനിക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെയധികം ആരാധനയോടെ ബഹുമാനത്തോടെ എന്നും കാണുന്ന ഒരു ആയിരുന്നു. ഇപ്പോഴും അതെ, നമ്മുടെ ആബേലച്ഛൻ. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ വളരെ സന്തോഷം വീണ്ടും ഈ കലാക്ഷേത്രത്തിൽ, കലാഭവനിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും ഭാഗ്യമായി കരുതുകയാണ്. ആബേലച്ഛൻ്റെ ഈ 106ാം ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ദേവവാഹിനിയേ ദേവവാഹിനിയേ ചെഞ്ചിടയ്ക്കുള്ളിലും ആവകനീതൻ നെറ്റിത്തടത്തിലും ദേവവാഹിനിയേ ചെഞ്ചിടയ്ക്കുള്ളിലും ആവകനീതൻ നെറ്റിത്തടത്തിലും ശൂലകപാലങ്ങൾ കൈകളിലേന്തിയും ദേവാദിദേവ നിന്നെ ഭജിക്കുന്നേ. ദേവവാഹിനിയേ ചെഞ്ചിടയ്ക്കുള്ളിലും പാവകനേതൻ നെറ്റിത്തടത്തിലും ശൂലകപാലങ്ങൾ കൈകളിലേന്തിയും ദേവാദിദേവ നിന്നെ ഭജിക്കുന്നേ. ഇവിടെ ഈ പരിപാടി വിജയിപ്പിച്ചത് നമ്മുടെ കുട്ടികളുടെ പ്രയത്നം കൊണ്ടാണ്. അതുപോലെ ഇവിടെ കാഴ്ചക്കാരായിട്ട് വന്നിട്ട് കുട്ടികളുണ്ട്, അവരുടെ മാതാപിതാക്കന്മാരുണ്ട്, അല്ലാതെ കലാസ്നേഹികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാവർക്കും കലാഭവൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. കേരള സൗഭഗ സംസ്കാരത്തിൻ സംഗമസാരഭവൻ. കേരള സൗ